ശബരിമല സന്നിധാനത്ത് മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുൻപ് NDRF, RIF എന്നീ സേനകളെ നിയോഗിക്കാതെ കേന്ദ്ര സേനകളെ ശബരിമലയിൽ ഡ്യൂട്ടിക്കായി നിയോഗിക്കണമെന്ന് കാട്ടി സംസ്ഥാനം മണ്ഡലകാലം തുടങ്ങുന്നതിന് മുൻപ് കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു. ഈ കത്തിൽ കേന്ദ്രം നടപടിയെടുത്തിട്ടില്ല. തിരക്ക് ക്രമാതീതമായി വർദ്ധിച്ചിട്ടും കേന്ദ്ര സേനകളെ ഇതുവരെയും ശബരിമലയിൽ നിയോഗിച്ചിട്ടില്ല. കണ്ണൻ നായരുടെ കണ്ണൻ, എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു ഇടപെടൽ ഉണ്ടാകാതെ പോയത്? മണ്ഡലകാലം ആരംഭിക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതിയിരുന്നു. പതിവ് പോലെ ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് NDRFും RIFും സംഘം സന്നിധാനത്തേക്ക് എത്തുകയും അവരുടെ ജോലികൾ ആരംഭിക്കുകയും ചെയ്യും. NDRFിൻ്റെ 60-അംഗ സംഘം സന്നിധാനത്തും 60-അംഗ സംഘം പമ്പയിലുമാണ് പ്രവർത്തിക്കുക. അത് മകരവിളക്ക് സീസൺ അവസാനിക്കുന്നിടം വരെ അവരുണ്ടാകും. അതിന് സമാനമാണ് RIFിൻ്റെയും രീതി. NDRF ടീം ആറക്കോണത്തു നിന്നും RIF ടീം കോയമ്പത്തൂരിൽ നിന്നാണ് വരേണ്ടത്. എന്നാൽ നിലവിൽ ഇതുവരെ സംസ്ഥാനം നൽകിയ കത്തിന് കേന്ദ്രം ഒരു മറുപടി നൽകിയിട്ടില്ല. അതായത് നമ്മൾ NDRFിനോടും RIFിൻ്റെയും ഈ രണ്ട് ആറക്കോണത്തെയും അതുപോലെ തന്നെ കോയമ്പത്തൂരെയും സെൻട്രൽ അന്വേഷിക്കുമ്പോൾ അവിടേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു കത്ത് ലഭിച്ചിട്ടില്ല. കത്ത് ലഭിച്ചാൽ ഉടൻ അവർ സന്നിധാനത്തേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. നിലവിൽ ഇതുവരെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് അനുമതി ലഭിക്കാത്തത് കൊണ്ടാണ് ഈ സന്നിധാനത്തേക്ക് വരാൻ സാധിക്കാത്തതെന്നുള്ള മറുപടിയാണ് ഇപ്പോൾ കേന്ദ്ര സേനകളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, മണ്ഡലകാലമാണ്. ഇന്നലെ 1,30,000-ൽ പരം ആൾക്കാരാണ് സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തിയത്. കഴിഞ്ഞ മണ്ഡല സീസണിൽ, അതായത് മുൻ വർഷത്തെ മകരവിളക്ക് സീസണിൽ 4 ദിവസം മാത്രമാണ് 1,00,000-ൽ പരം ആൾക്കാർ സന്നിധാനത്ത് ദർശനത്തിനായി കയറിയത്. പക്ഷേ ഇന്നലെ വൃശ്ചികം 1-ാം തീയതി തന്നെ 1,00,000-ലധികം ആൾക്കാർ കയറി. നിലവിലെ ഇന്നത്തെ കണക്കനുസരിച്ച് ഇന്നും 1,00,000-ൽ പരം ആൾക്കാർ സന്നിധാനത്തേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആ തിരക്ക് നിയന്ത്രിക്കാൻ പരിശീലനം ലഭിച്ചവരാണ് NDRFും RIFും അടക്കമുള്ള സംഘാംഗങ്ങൾ. എന്നാൽ അവരെ നിയോഗിക്കാത്തത് മൂലം പലപ്പോഴും പല സ്ഥലങ്ങളിലും ഭക്തന്മാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു. അപ്പാച്ചിമേട്ടിലായാലും മരക്കൂട്ടത്തായാലും ശരംകുത്തിയിലായാലും ഒക്കെ തന്നെ വെള്ളം പോലും ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. കുഞ്ഞുങ്ങളുമായി കുഞ്ഞു മാളികപ്പുറങ്ങളും കന്യയപ്പന്മാരും ഒക്കെയായി, അല്ലെങ്കിൽ പ്രായമായ ഭക്തകളൊക്കെ തന്നെയായി അവർ പ്രത്യേകിച്ച് ശരംകുത്തിയിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ്. ആ സ്ഥലത്തൊക്കെ തന്നെ NDRFിനെയും RIFിനെയൊക്കെ നിയോഗിച്ചു കഴിഞ്ഞാൽ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. വേഗത്തിൽ സുഖകരമായുള്ള ഒരു ദർശനം പൂർത്തിയാക്കുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ 18-ാം പടിയിൽ നിന്നുള്ള ഭക്തരുടെ ഒരു കയറ്റമാണ്. സാധാരണ ഒരു 80-90 ഭക്തന്മാർ ഒരു മിനിറ്റിൽ 18-ാം പടി കയറണം എന്നുള്ളതാണ് കേരള പോലീസിൻ്റെ കണക്ക്. എന്നാൽ നിലവിലെ കണക്കനുസരിച്ച് 65 മുതൽ 70 വരെ ശരാശരി 68 പേരാണ് ഒരു മിനിറ്റിൽ സന്നിധാനത്തേക്ക് കയറുന്നത്. അതായത് ഒരു സെക്കൻഡിൽ ഒരാളെന്ന നിലയിലാണ്. ആ ഒരു കണക്കിൽ സന്നിധാനത്തേക്ക് അല്ലെങ്കിൽ 18-ാം പടി ചവിട്ടുന്ന ഭക്തരുടെ എണ്ണം വന്നു കഴിഞ്ഞാൽ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, പല സമയങ്ങളിലും ഒരു തവണ ദർശനം നടത്തിയ ആൾക്കാർ വീണ്ടും ദർശനം നടത്താൻ ശ്രമിക്കുന്നതും ഇത്തരത്തിലുള്ള തിരക്ക് വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. പരമാവധി ഇനി നിലയ്ക്കലോ എരുമേലിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങളിൽ എത്തുന്ന അയ്യപ്പന്മാരെ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ്. തിരക്കാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ, വലിയ തിരക്കാണ്. അത് നിയന്ത്രിക്കേണ്ടത്, കൂടുതൽ കാര്യക്ഷമമായി നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായി വരുന്ന സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ എത്തുന്നു എന്നാണ് കണ്ണൻ നൽകുന്ന വിവരം.